തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപ് ഉദ്ഘാടനം നടത്താൻ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ എന്നുള്ള പരാതി വന്നിരിക്കുകയാണ്. മതിയായ സമയം നൽകി ഉറപ്പിക്കാതെ സിമന്റ് പൂശലും പെയിന്റിങ്ങും ഉൾപ്പെടെയുള്ള ജോലികൾ വേഗത്തിൽ തീർക്കുന്നത് സ്റ്റേഡിയത്തിന്റെ ബലക്ഷയത്തിന് കാരണമാകുമെന്നാണ് വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. കോടികൾ ചെലവിട്ട് നടത്തുന്ന നവീകരണ പ്രവൃത്തികളിലെ ഈ അപാകത വലിയ വിവാദത്തിനാണ് വഴിതെളിച്ചിരിക്കുന്നത്. 47 കോടിയിലധികം രൂപ ചെലവിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കുന്ന പത്തനംതിട്ട സ്റ്റേഡിയമാണിത്. എന്നാൽ ആ ലക്ഷ്യത്തിന് മുകളിൽ കരിനിഴൽ വീഴ്ത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുന്നിൽ കണ്ടുള്ള അതിവേഗ നിർമ്മാണമാണ്. സിമന്റ് പൂശിയത് ഉണങ്ങുന്നതിന് മുൻപേ പെയിന്റിംഗ് ജോലികൾ തകൃതിയായി നടക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം തുറന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നത്. എന്നാൽ ഈ ധൃതി സ്റ്റേഡിയത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. നിലവിലുണ്ടായിരുന്ന പവിലിയന്റെ വലിപ്പം കൂട്ടുന്നതിനായി കെട്ടിയ ഭിത്തിയുടെ പണി കഴിഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. എന്നാൽ ഭിത്തിയുടെ ഈർപ്പം മാറുന്നതിനോ സിമന്റ് ഉറയ്ക്കുന്നതിനോ കാത്തു നിൽക്കാതെ തന്നെ പ്ലാസ്റ്ററിങ്ങും പെയിന്റിങ്ങും തകൃതിയായി നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തട്ടിക്കൂട്ട് പരിപാടികളാണ് സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമുക്കൊരു കോൺക്രീറ്റ് കഴിഞ്ഞാൽ ഇത്ര ദിവസം കഴിഞ്ഞ് അടുത്ത നിർമ്മാണം നടത്താവുന്നുള്ളൂ. പക്ഷേ ഇത് കോൺക്രീറ്റ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ മറ്റ് പരിപാടികൾ, അതുപോലെ തന്നെ പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളുകളിൽ എങ്ങനെയായി തീരും ഈ സ്റ്റേഡിയത്തിൻ്റെ പവലിയൻ എന്നുകൂടി നമുക്ക് ആശങ്ക ഉണർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ പ്രവർത്തനം നമുക്ക് ഒരു രീതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കണം. പക്ഷേ അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തിരമായി സർക്കാർ ഏജൻസികൾ പരിശോധന നടത്തി ഒന്നുകിൽ നിർത്തിവെപ്പിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആവശ്യമായ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് മാത്രമേ നിർമ്മാണം നടത്താവൂ എന്നുള്ളതാണ്. സിന്തറ്റിക് ട്രാക്ക്, നീന്തൽക്കുളം എന്നിവയുടെ നിർമ്മാണത്തിലും ഇതേ വേഗതയാണ് പിന്തുടരുന്നത്. ഓരോ പ്രവൃത്തിയും കൃത്യമായി ഉറയ്ക്കാൻ ആവശ്യമായ സമയം നൽകാതെ അടുത്തതിലേക്ക് കടക്കുന്നത് നിർമ്മാണത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുമെന്നാണ് ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വളരെ പെട്ടെന്ന് ഈ നിർമ്മാണങ്ങൾ നടത്തി ഇലക്ഷൻ വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. ഇപ്പോൾ തന്നെ പത്തനംതിട്ട ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യം നിങ്ങൾ അവിടെ പരിശോധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. സിമൻറ്റ് പോലും ശരിയായ രീതിയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതിനാവശ്യമായ ഒരു ക്യൂറിംഗ് പീരീഡ് അതുപോലും നൽകുവാനുള്ള സമയം കൊടുക്കുന്നില്ല. അപ്പോൾ തന്നെ പ്ലാസ്റ്ററിങ് നടത്തുന്നു, ഉടൻ തന്നെ പെയിൻറ്റിങ് നടത്തുന്നു. ഇത് തട്ടിപ്പ് രീതിയിലാണ് ഈ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിലോ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലോ ഒന്നും ഞങ്ങൾ എതിരല്ല. ശാസ്ത്രീയമായ രീതിയിലല്ല ഇത് നിർമ്മിക്കുന്നത് എന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. അതുകൊണ്ട് വിജിലൻസ് അന്വേഷണം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യണം. മാർച്ച് 14 വരെ സമയമുണ്ടെങ്കിലും ഫെബ്രുവരി അവസാനത്തോടെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനയാണ് അധികൃതരെ ഈ വെപ്രാളത്തിന് പ്രേരിപ്പിക്കുന്നത്. ഗുണനിലവാരമില്ലാത്ത നിർമ്മാണം ഭാവിയിൽ വലിയ സാമ്പത്തിക നഷ്ടത്തിനും അപകടങ്ങൾക്കും കാരണമാകുമെന്നിരിക്കെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയുള്ള ഈ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വികസനം വരുന്നത് സന്തോഷകരമാണ്. എന്നാൽ അത് വെറും തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമായി ഒതുങ്ങരുത് എന്നാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. പത്തനംതിട്ട സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ രതീഷ് മടമിശ്ശലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.